സജി ആൻഡ് മാർട്ടിൻ, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഐ എം എ ഹ്യൂജ് അഡ്മയർ ഓഫ് വാട്ട് യു ഡു. പക്ഷേ ഫോർ ദോസ് ഹു ഡോണ്ട് നോ ഊരാളി, നിങ്ങൾ എങ്ങനെയായിരിക്കും സ്വയം പരിചയപ്പെടുത്തുക? വാട്ട് വുഡ് യു സേ ടു സമൺ ഹു ഡസൻറ്റ് നോ എനിത്തിങ് അബൌട്ട് ഊരാളി? എന്തായിരിക്കും ആ ഒരു ഫസ്റ്റ് പോയിന്റ് ഓഫ് ഇൻട്രൊഡക്ഷൻ? ഊരാളി എന്ന് പറഞ്ഞാൽ ഊരിലുള്ള ഒരാൾ, അതായത് ഏറ്റവും നിങ്ങൾക്ക് അടുത്തറിയാവുന്ന, അടുത്ത് നിൽക്കുന്ന ഒരാൾ. അത് ചിലപ്പോൾ നിങ്ങൾ തന്നെയാകാം. അപ്പോൾ ഊരാളി സമൂഹത്തിലേക്ക് തുറന്നു പിടിച്ചിട്ടുള്ളൊരു കണ്ണാടി പോലെയാണ്. എന്ന് വെച്ചാൽ കാണുന്നതിനോടും കേൾക്കുന്നതിനോടും സംഭവിക്കുന്നതിനോടൊക്കെ നന്നായിട്ട് ഇടപെട്ട് പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിച്ച്, അറിയേണ്ടത് അറിഞ്ഞ്, പറയേണ്ടത് പറയുന്ന ഒരു വ്യക്തിത്വമാണ് ഊരാളി എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ഗ്രൂപ്പ് എന്നുള്ള രീതിയിലും ഞങ്ങൾ ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ കാണുന്നത്. നമ്മൾ വളരെ ഓപ്പണായിട്ട് കണ്ണൊക്കെ തുറന്നു പിടിച്ച്, മനസ്സൊക്കെ തുറന്നു പിടിച്ച് സമൂഹത്തിലേക്ക് നോക്കുകയാണ് എന്താണ് സംഭവിക്കണമെന്നുള്ളത്. അപ്പോൾ പല കാര്യങ്ങളോടും നമുക്ക് യോജിപ്പുണ്ട്, വിയോജിപ്പുണ്ട്, പങ്കെടുക്കണമെന്ന് തോന്നുന്ന കാര്യങ്ങളുണ്ട്, കുറേ കൂടി മെച്ചപ്പെടുത്തണമെന്ന് തോന്നുന്ന കാര്യങ്ങളുണ്ട്. അതിലൊക്കെ സജീവമായിട്ട് ഇടപെടുന്ന കൂട്ടത്തിലുള്ള ഒരാൾ എന്ന അർത്ഥത്തിലാണ് എന്നെ സംബന്ധിച്ച് ഊരാളി എന്ന് പറയുന്ന ഒരാൾ, തൊട്ടടുത്തുള്ള ഒരാൾ. അത് ഒരു പക്ഷേ നിങ്ങൾ തന്നെയാണ് ഊരാളി എന്നുള്ളത്. ഇവിടെയല്ല ഊരാളി ഇരിക്കുന്നത്, ഊരാളി ഇരിക്കുന്നത് അവിടെയാണെന്നുള്ളത്. അല്ലെങ്കിൽ ഓരോരുത്തരിലും ഉണ്ട് ഊരാളി. ആ ഒരു അന്വേഷണമാണ് ഈ ഒരു കൺസെപ്റ്റും ഈ ഒരു വാക്ക് അർത്ഥമാക്കുന്നതും ഒക്കെ. സജി, ഈ പറഞ്ഞത് ഞങ്ങൾ ഫേസ് ചെയ്യുന്ന റിയാലിറ്റി. ഇനി ശരിക്കും ഊരാളി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഓൾറെഡി ഉണ്ട്. അതായത് ഊരാളി എന്ന് പറഞ്ഞൊരു ട്രൈബ് ഉണ്ട് കേരളത്തിൽ, അത് ഇടുക്കി ഭാഗങ്ങളിലാണ്. പിന്നെ ഊരാളി എന്ന് പറഞ്ഞ് പടയണിയിലൊരു ക്യാരക്ടർ ഉണ്ട്. അത് ഈ പറഞ്ഞതായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ്. കാരണം ആൾ വർഷാവർഷം ചെയ്യണ എന്തെന്ന് പറഞ്ഞാൽ ആൾക്കൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്, ദേവിയുടെ സ്പോക്സ് പേഴ്സൺ എന്നുള്ള രീതിയിൽ. അപ്പോൾ ആൾ വർഷാവർഷം ആ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതെല്ലാ വർഷവും അവിടെ നിന്നുള്ള ആൾക്കാരെ ചുറ്റി നിർത്തി ചോദിക്കും, നീ അത് ചെയ്തില്ലേ, നീ അതിന് പകരം ഇത് ചെയ്യും. അപ്പം എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ ഊരാളി വർഷങ്ങളായിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ കിടക്കുന്ന ഒരു പൊളിറ്റിക്കൽ കോൺഷ്യൻസ് ആണെന്ന് വേണേൽ പറയാം. അതായത് നമ്മൾ ചില സമയത്ത് വളരെ ബോധപൂർവം വിസ്മരിക്കുന്ന ചില കാര്യങ്ങളെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരാളാണ്. അപ്പം നമ്മുടെ ഉള്ളിലുള്ളൊരു കോൺഷ്യൻസ് തന്നെയാണ് ഊരാളി. ഇതിനൊരു ട്രഡീഷണൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ ഊരാളി വർഷങ്ങളായിട്ടുണ്ട് നമ്മുടെ ഇടയിൽ. നമ്മൾ അയാളെ കാണുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നമ്മൾ അറിയുന്ന കാര്യം. അപ്പം നമ്മൾ അയാളെ കാണാൻ ശ്രമിക്കുകയും കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കും തോറും നമുക്കും തിരിച്ചറിവുണ്ടാവുക ഊരാളി എന്താണെന്ന്. പിന്നെ നമ്മൾ അങ്ങോട്ട് മിറർ തിരിച്ച് വെക്കുന്നതിനെക്കാട്ടി നമ്മുടെ നേരെ തന്നെ പിടിച്ചു വെച്ചിരിക്കുന്നത് കുറേ മിറർ. കാരണം നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ കുറേ നമ്മൾ നന്നാവുന്നുണ്ടെന്ന്. അപ്പം അങ്ങനെ ഒരു പ്രോസസ്സാണ് ഊരാളി എന്ന് വേണേൽ പറയാം. ഭൂരിപക്ഷം മറ്റുള്ളവർ കണ്ടില്ല എന്ന് നടിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഊരാളിക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. കാരണം ഊരാളി കുറേ സത്യത്തിൻ്റെ ചേർന്ന്, ധൈര്യത്തിനെ ചേർന്ന്, പിന്നെ തുറവിയെ ചേർന്ന് നടക്കുന്ന ഒരു അവയർനെസ് ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ പലപ്പോഴും നമുക്ക് യോജിക്കാവുന്നതും വിയോജിക്കാവുന്നതായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുകയാണ്. അത് ആരെയും ഹർട്ട് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ആരെയും കൗണ്ടർ ചെയ്യാനായിട്ടുള്ള ഇതൊന്നുമല്ല. നമ്മൾ വളരെ ജെന്യുവനായിട്ട് അതിനെ കണ്ട് ആ സ്പിരിറ്റിനെ നേരെ തിരിച്ച് വെക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ എന്തിനോടാണ് നമുക്ക് വളരെ സജീവമായിട്ട് ഇടപെടേണ്ടത് എന്നുള്ളതിലേക്ക് നമുക്ക് പലപ്പോഴും നമ്മൾ ആളുകളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നു. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മീഡിയയാണ് ആർട്ട് എന്നുള്ളത്. പലപ്പോഴും പാട്ടുകൾ നമ്മൾ വല്ലാതെ ബലം പ്രയോഗിച്ചുണ്ടാക്കുന്ന പാട്ടുകളല്ല. പാട്ടുകൾ സമൂഹം നമ്മുടെ അടുത്ത് വന്നിട്ട്, അല്ലെങ്കിൽ നമ്മളോട് അടുത്ത് നിൽക്കുന്ന ആളുകൾ നമ്മുടെ അടുത്ത് വന്നിട്ട് പാട്ട് നമ്മുടെ കയ്യിൽ തരുന്ന പോലെയാണ്. അപ്പം നമുക്ക് അതിനോട് പ്രതികരിക്കാണ്ടിരിക്കാൻ പറ്റില്ല, അതിനോട് റിയാക്ട് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. വേണോ? വേണം. വേണം. ഇനിയും വേണം. ഇനിയും വേണം. വേണ്ട. വേണം എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? വേണം. എന്താണ് വേണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ധാരണ കുറവുണ്ട്. അപ്പോൾ വേണം, 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 ഇനിയും വേണം, 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 ഇനിയും വേണം, 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 ഇനിയും 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 വേണം. അച്ഛൻ എന്നെ പഠിപ്പിച്ചു, ഇനി വേണം, ഇനി വേണം. അമ്മ എന്നെ പഠിപ്പിച്ചു, ഇനി വേണം. മാഷ് എന്നെ പഠിപ്പിച്ചു, ഇനി വേണം, ഇനി വേണം. നാടെന്നെ പഠിപ്പിച്ചു, ഇനി വേണം, ഇനി വേണം, ഇനി
Just a little more.